അതായത് ഇത് മതേതരമൊന്നുമല്ല, മതാധിഷ്ഠിതം തന്നെയാണ്, പക്ഷേ സർവധർമ്മ സമഭാവനയാണ്. ബ്രോൺസ് പ്രിവിലേജ് കാർഡ് ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ വരുന്ന കാര്യം കൺഫേം ചെയ്തല്ലോ. നമുക്ക് അദ്ദേഹത്തെ നിലയ്ക്കൽ ഒരു ലോഡ്ജിൽ താമസിപ്പിക്കാൻ പറ്റുമോ? സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കണ്ടേ? അഭിലാഷ് പ്രിവിലേജ് ശബരിമല കയറുമ്പോ പ്രിവിലേജ് വേണ്ടെന്ന് വെക്കാം, പക്ഷെ എന്താണോ അതിന് സിസ്റ്റം അതുപോലെ കാരണം. അഭിലാഷ് നിക്ക് പറയട്ടെ, കേന്ദ്രമന്ത്രിയാണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും നടന്നു കയറണമെന്നേ. ശ്രീ പി ശ്യാംരാജ്, ഒന്ന് ഇതിനകത്ത് നിന്ന് മാറി നിൽക്കാൻ കഴിയുമോ എന്നൊരു പ്രശ്നമുണ്ട്. നോക്കുമ്പോൾ ശബരിമല എന്നുള്ളത് കേരളത്തിന്റെ ഒരു പൊതു ആവശ്യമാണ്. ഇപ്പൊ നോക്കുമ്പോൾ ആ ശബരിമല ഭാഗത്ത് മാത്രമല്ല, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം ശബരിമല സീസൺ കാലത്ത് നമ്മൾ കച്ചവടം മാത്രം എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു ചായക്കട നടത്തുന്ന ശബരിമല സീസണിൽ മാത്രം പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, അറിയാമല്ലോ ശ്യാംരാജിന്. അപ്പോൾ ഇത് കേരളത്തിന് മുഴുവനായിട്ടുള്ള ഒരു ആവശ്യമാണ്. അപ്പോൾ കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ടാക്കുക, അത് ചർച്ച ചെയ്യുക, അതിൽ പരമാവധി ഫീഡ്ബാക്ക് ക്ഷണിക്കുക, അതൊരു കോൺക്ലേവ് നടത്തുക എന്നൊക്കെയുള്ളത് സാധാരണമായി എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിൽ മറ്റെന്തെങ്കിലും പറഞ്ഞ് മാറി നിൽക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമല്ലേ? BJP അങ്ങനെ ഒരു മണ്ടത്തരത്തിന് താല്പര്യമുണ്ടോ? അഭിലാഷേ, അതങ്ങനെ തന്നെ ആയിരിക്കേണ്ടത്. അതങ്ങനെ അല്ലെങ്കിലോ? അതിലോട്ട് ഞാൻ പറയാം. പക്ഷെ അതിനു മുമ്പ് ഈ കുഞ്ഞിക്കണ്ണ സഖാവ് പറഞ്ഞ ചില കാര്യങ്ങൾക്ക് ഉത്തരം കൊടുത്തേ പറ്റത്തുള്ളൂ. കാരണം ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ശബരിമല മതേതരത്വം എന്നൊക്കെ പറഞ്ഞത് എന്ത് മതേതരത്വം എന്ന് പറയുന്നത്? ഒന്ന്, ഹിന്ദു സമൂഹത്തിൻ്റെയും ഹിന്ദു കൾച്ചറിൻ്റെയും സർവധർമ്മ സമഭാവന എന്ന സങ്കല്പമുണ്ട്. എല്ലാ ധർമ്മങ്ങളെയും എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണണം എന്നുള്ള സങ്കല്പം ഉള്ളത് കൊണ്ട് ശബരിമലയിൽ ആര് വന്നാലും അവരെയൊക്കെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. ശബരിമല അയ്യപ്പൻ എന്ന് പറയുന്നത് ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന ദൈവമാണ്. മാളികപ്പുറത്ത് അമ്മ എന്ന് പറയുന്ന ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ വിശ്വസിക്കുന്ന ദൈവമാണ്. കാളകെട്ടി അമ്പലം എന്ന് പറയുന്നത് ശിവന്റെ കാളയെ കെട്ടിയ ആഞ്ഞിലി മരമുള്ള അമ്പലമാണ്. അവിടെ ശിവന്റെ പ്രതിഷ്ഠയാണ്. നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത് മഹാദേവനാണ്, ശിവനാണ്, അവിടെ ശിവന്റെ പ്രതിഷ്ഠയാണ്. അതായത് ഇത് മതേതരമൊന്നുമല്ല, മതാധിഷ്ഠിതം തന്നെയാണ്, പക്ഷേ സർവധർമ്മ സമഭാവനയാണ്. എല്ലാ വിഭാഗങ്ങളെയും അംഗീകരിക്കുന്നതിൽ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് ടേംസുമായിട്ട് വെറുതെ ആളെ പറ്റിക്കുന്ന ഊടായ്പുമായിട്ട് ചാനൽ ചർച്ചകളിൽ ഇത്രയും പ്രായമുള്ള ഒരാൾ വന്നിരിക്കരുത് എന്നാണ് എനിക്കൊന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം കുഞ്ഞിക്കണ്ണൻ സഖാവ് മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞു. RSSനെ കുറിച്ചിട്ട് പറയുന്നു, പല കാര്യങ്ങൾ പറയുന്നു. ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ കുറിച്ചിട്ട് ഞാൻ വീണ്ടും പറയുന്ന അഭിലാഷേ, ശബരിമലയിലെ 18 മലകളിലും താമസിച്ചിരുന്ന ട്രൈബ്സിനെ കുറിച്ചിട്ട്, ഇപ്പോഴും ആ ശബരിമല വനത്തിന് ചുറ്റും താമസിക്കുന്ന ആളുകളെ കുറിച്ചിട്ട് ഒരക്ഷരം വേണ്ടിയിട്ടില്ലല്ലോ. എവിടെ പോയി ഇവരുടെ ദളിത് ആദിവാസി സ്നേഹമൊക്കെ? എവിടെ പോയി ഇവരുടെ സമത്വമൊക്കെ? ഇതൊക്കെ വെറുതെ ആളുകളെ പറ്റിക്കാനുള്ള തട്ടിപ്പ് പരിപാടിയായിട്ട് വന്നേക്കൊരു ചർച്ചയൊക്കെ വന്നിരുന്നിട്ട് ഈ കാര്യങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി ഇവരെ കൊണ്ട് പറ്റുന്നതേ. വെറുതെ ഈ രീതിയിലുള്ള തട്ടിപ്പുകളൊന്നും ഇനി നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അഭിലാഷ്, ഇനി അഭിലാഷ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. അറിയാതെയാണെങ്കിലും ഈ ദേവസ്വം കമ്മീഷണർ പറഞ്ഞൊരു വാക്ക് ഞാൻ വായിക്കാം. VVIPs വന്നാൽ സൗകര്യമില്ല, അവർ കോട്ടയത്ത് താമസിക്കേണ്ടി വരും, അവർ പത്തനംതിട്ട താമസിക്കേണ്ടി വരും. അത് തന്നെയാണ് എൻ്റെ അഭിലാഷയ പ്രശ്നം. കല്ലും മുള്ളും കാലിക്കുമത്തെ, കല്ലും മുള്ളും കാലിന് മെത്തയായിട്ട് തോന്നണമേ എന്ന് പറഞ്ഞിട്ട് കാട്ടിലേക്ക് നടന്ന് സഞ്ചരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുള്ള ഈ നാട്ടില്, ആന്ധ്രാപ്രദേശിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നും വരെ കാൽനടയായിട്ട് കാല് പൊട്ടിച്ച് പൊരി വെയിലത്ത് യാത്ര ചെയ്ത് വരുന്ന ഈ നാട്ടില് അങ്ങനെ സാധാരണക്കാർ വരുന്ന ശബരിമലയില് VVIPs വന്നാൽ കിടക്കാൻ സ്ഥലമില്ലെന്നാണ് ആര് പറയുന്നത്? ഈ ദേവസ്വം കമ്മീഷണർ പറയുന്നത്. ഇവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കല്ലും മുള്ളും കാലക്കും എത്തിയായിട്ട് സാധാരണക്കാരുടെ കാര്യം ശരിയാണ്. ഈ കോൺക്ലേവിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകളെ കുറിച്ചല്ലേ പറഞ്ഞത്? 10 ലക്ഷം ഡൽഹി ബ്രോൺസ് പ്രിവിലേജ് കാർഡ്. അല്ല ശ്യാംരാജ്, ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ വരുന്ന കാര്യം കൺഫേം ചെയ്തല്ലോ. നമുക്ക് അദ്ദേഹത്തെ നിലയ്ക്കൽ ഒരു ലോഡ്ജിൽ താമസിപ്പിക്കാൻ പറ്റുമോ? സ്റ്റാർ ഹോട്ടലിൽ താമസിപ്പിക്കണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ പരിപാടിക്ക് വരുന്ന പറഞ്ഞത് 3 കോടി നോക്കൂ. അതാണ് എന്റെ അഭിലാഷേ. വെറുതെ ബഹളമുണ്ടാക്കല്ലേ. കേന്ദ്രമന്ത്രി വരികയാണ്, കേന്ദ്രമന്ത്രി ശബരിമല ഈ പ്രിവിലേജ് കാർഡ് എന്തിനാ അഭിലാഷ്? പ്രിവിലേജ് ശബരിമല കയറുമ്പോ പ്രിവിലേജ് വേണ്ടെന്ന് വെക്കാം, പക്ഷെ എന്താണോ അതിന് സിസ്റ്റം അതുപോലെ കാരണം. അഭിലാഷ് നിക്ക് പറയട്ടെ, കേന്ദ്രമന്ത്രിയാണെങ്കിലും ഏത് മന്ത്രിയാണെങ്കിലും നടന്നു കയറണമെന്നേ. നടന്നു കയറുന്നതല്ലോ പ്രശ്നം. അവർക്ക് എന്താ നിങ്ങൾ ചിന്തിക്കാതെ? അവർക്ക് അതിനെ ഒരു ആർക്ക് വേണ്ടിയിട്ടാ? സാമാന്യ ചുറ്റളവിൽ ഇപ്പൊ പമ്പയിലോ പ്രിവിലേജ് കാർഡ് നിലയ്ക്കലിലോ അല്ലെങ്കിൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ നല്ല താമസ സൗകര്യങ്ങൾ ഉറപ്പാക്കിയാലല്ലേ വലിയ ഈ പറഞ്ഞ പ്രായമുള്ള ആളുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ ഈ പറഞ്ഞ കേന്ദ്രമന്ത്രിമാരോ മറ്റ് ഗവർണർമാരോ, ഇപ്പൊ ലെഫ്റ്റനന്റ് ഗവർണർ വരുമ്പോ നമുക്കിപ്പോ ഒരു ലോഡ്ജ് എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ പറ്റുമോ? അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കട്ടെ അഭിലാഷ്. അത് വികസിപ്പിക്കണം. അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി,
ശരി, ശരി, ശരി. അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കണമെന്ന് തന്നെയാണ് ഞങ്ങൾ അവർ കൊടുക്കുന്ന തുകയ്ക്കനുസരിച്ച് അവർക്ക് ശബരിമല അല്ല, എല്ലാവരും വേണ്ട ഫെസിലിറ്റീസ് ഉണ്ടാവണം. അതിലൊരു സംശയവുമില്ല. കേരളം വികസിക്കണം, ശബരിമല വികസിക്കണം, ഇവിടത്തേക്കുള്ള തീർത്ഥാടകരുടെ വരവ് കൂടണം, അതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.